ഉൾവനത്തിലേക്ക് പോകാൻ തയ്യാറാകാതെ ജനവാസ മേഖലയിൽ തന്നെ ഭീതി പരത്തുകയാണ് കാട്ടാനക്കൂട്ടം. പീരുമേട് മേഖലയിൽ കൃഷികൾ നടത്താൻ കഴിയാത്ത അവസ്ഥയിൽ കർഷകർ വലിയ കൃഷിനാശങ്ങളാണ് ദിവസേന വരുത്തുന്നത്. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കോട്ടയം കട സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. ഉൾവനത്തിൽ പോകാൻ തയ്യാറാകാതെ ജനവാസ മേഖലയിൽ തമ്പടിച്ചിരിക്കുന്ന കാട്ടാനകളെ ഭയന്ന് കഴിയേണ്ട അവസ്ഥയാണ് പീരുമേട് പട്ടുമലയിലെ ജനങ്ങൾക്ക്. പട്ടുമല എസ്റ്റേറ്റിലെ പൂങ്കാവനം ഭാഗത്തിനോട് ചേർന്ന് കിടക്കുന്ന കാടുമൂടിയ പ്രദേശത്ത് തമ്പടിച്ചിരിക്കുന്ന കാട്ടാനക്കൂട്ടം രാത്രിയാകുന്നതോടെ ജനജീവിതത്തെ ഭീതിയിലാഴ്ത്തുകയാണ്. നിരന്തരമായി ജനവാസ മേഖലയിൽ ഇറങ്ങി വൻ നാശനഷ്ടമാണ് സൃഷ്ടിക്കുന്നത്. കഴിഞ്ഞ കുറച്ചു നാളുകളായി വണ്ടിപ്പെരിയാറിന്റെ മഞ്ചുമല, രാജമുടി, പട്ടുമല ഭാഗങ്ങളായി കാട്ടാനയുടെ ശല്യം അതിരൂക്ഷമായി തുടരുകയാണ്. ഈ കഴിഞ്ഞ രാത്രിയും പട്ടുമല ഭാഗത്ത് ഇറങ്ങിയ കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിക്കുകയും ചെയ്തു. ഇതിനകത്ത് എന്തെങ്കിലും കെട്ടിട്ട് വേണം ഇവരെയും നോക്കണം, എൻ്റെ കുടുംബം നോക്കണം. ബാങ്കിനകത്ത് 3 ലക്ഷം രൂപയ്ക്ക് പണയപ്പെടുത്തിയ തേയില പറിച്ചിട്ട് ഏലകൃഷിയിലോട്ട് നാം മുമ്പോട്ട് വന്നു 10 രൂപ ആദായം കെട്ടി എൻ്റെ കുടുംബം നോക്കണം, അച്ഛനമ്മയും നോക്കണം, ബാങ്കിലോട്ട് പലിശ അടയ്ക്കണം. ഇപ്പം നമ്മൾ വിളവെടുക്കാൻ നേരത്താ ഇങ്ങനെ വന്നിട്ട് വന്യമൃഗങ്ങൾ നാശമാക്കിയിട്ടുണ്ട്. ഇതിനകത്ത് ഇപ്പം എനിക്ക് എങ്ങനെ പോയാലും 5 ലക്ഷം രൂപയുടെ നഷ്ടം വന്നിട്ടുണ്ട്. ഇത് സർക്കാർ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു നടപടി എനിക്ക് തീർച്ചയായിട്ടും ഇത് നടത്തി തരണം. ഒന്ന്. രണ്ടാമത് ഈ ആനയെ ഇവിടെ നിന്ന് വനത്തിലോട്ട് ഓടിച്ചുകൊണ്ട് പോകാനുള്ള സംവിധാനം തീർച്ചയായിട്ടും ചെയ്യണം. ഇതുമാത്രമല്ലാതെ നിരന്തരമായി ജനവാസ മേഖലയിൽ തുടരുന്ന കാട്ടാനക്കൂട്ടം മനുഷ്യജീവനും വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. ഒരു കൊമ്പൻ ഉൾപ്പെടെ 4 ആനകളാണ് ഈ പ്രദേശത്ത് തുടരുന്നത്. സന്ധ്യ മയങ്ങിയാൽ ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ തന്നെ ഭയമാണെന്നും പകൽ സമയങ്ങളിൽ കൃഷിയിടങ്ങളിൽ ജോലി ചെയ്യാനും കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളതെന്നും വാർഡ് മെമ്പർ എൽസി ഷെയർ പറഞ്ഞു. സഹിക്കാൻ പറ്റുന്നില്ല. ഇത് ഒരു കൃഷിയാണ്. ഈ കൃഷി ആശ്രയിച്ചാണ് ഈ പറമ്പുകാർ ജീവിക്കുന്നത്. അതുപോലെ അടുത്ത പറമ്പുകാർ അതുപോലെ തന്നെ തൊട്ട് അടുത്തടുത്ത് വീടുള്ളതാണ്. ഫോറസ്റ്റുകാരെയൊക്കെ വിളിക്കുന്നുണ്ട്, ഫോറസ്റ്റുകാർ വരുന്നുണ്ട്, അവർ പടക്കമൊക്കെ ഇടുന്നുണ്ട്. എന്നാലും ആന സ്ഥിരം ഒരു 4 ആന ഇവിടെയാണ് കിടക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ച് വേറെ എവിടെയെങ്കിലും ഒന്ന് വിടാനുള്ള സംവിധാനം ചെയ്ത് എൻ്റെ വാർഡിലെ ജനങ്ങളെ ഒന്ന് രക്ഷിക്കണമെന്ന് മാത്രമാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത്. കാട്ടാനകൾക്ക് പുറമെ കല്ലാർ പ്രദേശത്ത് കാട്ടുപോത്തിന്റെയും സാന്നിധ്യവും രൂക്ഷമാകുന്നു. ഈ സാഹചര്യത്തിൽ മേഖലയിൽ ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ തുരത്താൻ കഴിയാതെ നിഷ്ക്രിയമാവുകയാണ് വനംവകുപ്പ് അധികൃതരും. വന്യമൃഗ സാന്നിധ്യം ഉണ്ടാകുന്ന പ്രദേശങ്ങളിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തി പടക്കം പൊട്ടിച്ച് തൽക്കാലം അവയെ അകറ്റി നിർത്തുക എന്നതല്ലാതെ വന്യമൃഗങ്ങളെ ഉൾവനത്തിലേക്ക് തുരത്തിവിടാനുള്ള യാതൊരു നടപടിയും ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്ന ആക്ഷേപം ശക്തമായി തന്നെ ഉയരുന്നുമുണ്ട്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.